Welcome back, my dear students. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ക്ലസ്റ്റർ പോയിൻറ്റുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. വി ഹാവ് ഡിസ്കസ്ഡ് സം എക്സാമ്പിൾസ് ആസ് വെൽ. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് more about the cluster point. First remark, സോ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു എല്ലാ ഫൈനൈറ്റ് സെറ്റിനും ഒരു ക്ലസ്റ്റർ പോയിൻറ്റുമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. So finite set has no cluster point. And second thing is, consider set of four natural numbers which has no cluster point. So this is an example of a set of an infinite set which has no cluster point. So this is an example. This is an example of an infinite set with no cluster point. So എല്ലാ ഫൈനൈറ്റ് സെറ്റുകൾക്കും ഒരു ക്ലസ്റ്റർ പോയിൻറ്റുമില്ല. അതിൻ്റെ അർത്ഥം ഇൻഫിനിറ്റ് സെറ്റുകൾക്കെല്ലാം ക്ലസ്റ്റർ പോയിൻ്റ് ഉണ്ടെന്നല്ല. There are infinite set which has no cluster point. Z is also another example of an infinite set with no cluster point. Set of all integers consider ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ക്ലസ്റ്റർ പോയിൻ്റ് ഇല്ല. Now consider A is equal to the set of all rational numbers. What is the cluster point of A? എയുടെ ക്ലസ്റ്റർ പോയിൻ്റ് കളക്ഷൻ എന്താണ്? നമുക്കറിയാം, ഡെൻസ്നെസ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമ്മൾ ഏതൊരു റിയൽ നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും ആ റിയൽ നമ്പറിൻ്റെ നെയ്ബർഹുഡിൽ റാഷണൽസുമുണ്ട്, ഇറാഷണൽസുമുണ്ട്. സോ ബൈ ഡെൻസ്നെസ് പ്രോപ്പർട്ടി consider any real number C. So every neighborhood of C contains rationals and irrationals. സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും റാഷണൽസും ഉണ്ട്, ഇറാഷണൽസും ഉണ്ട്. ഓക്കെ, നമ്മളത് ഡെൻസ്നെസ് പ്രോപ്പർട്ടി വെച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ സിയുടെ നെയ്ബർഹുഡിൻ്റെ അകത്തെല്ലാം അറ്റ്ലീസ്റ്റ് വൺ പോയിൻ്റ് ഓഫ് എ ഉണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് സി ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ. സോ സി എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്ന റിയൽ നമ്പർ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എനി റിയൽ നമ്പർ ക്യാൻ ബി എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ക്യൂ. സോ സിൻസ് സി ഈസ് ആർബിട്രറി, every real number is a cluster point of Q. കാരണം ഏത് റിയൽ നമ്പറിൻ്റെ നെയ്ബർഹുഡ് എടുത്താലും അവിടെ റാഷണൽസ് ഉണ്ട്, ഏത് നെയ്ബർഹുഡ് എടുത്താലും റാഷണൽസ് ഉണ്ട്. റാഷണൽസ് ആണ് നമ്മുടെ സെറ്റ്. സോ ഏത് റിയൽ നമ്പറിൻ്റെ നെയ്ബർഹുഡിൻ്റെ അകത്തും സെറ്റിൻ്റെ അകത്ത് ഒരു പോയിൻ്റെങ്കിലും ഉണ്ട്, വിച്ച് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ക്ലസ്റ്റർ പോയിൻറ്റ്. സോ എവരി റിയൽ നമ്പർ ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ക്യൂ. സോ റാഷണൽ നമ്പേഴ്സിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എവരി റിയൽ നമ്പർ. സിമിലർലി ഇറാഷണൽസിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് എടുത്താലും നമുക്ക് അവിടെയും എല്ലാ റിയൽ നമ്പരും ഇറാഷണൽസിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. എ കോംപ്ലിമെൻറ്റ് അതാണ് ഇറാഷണൽസ്. സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് എ കോംപ്ലിമെൻറ്റ്. എ ഈസ് ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ ഇവിടെയും ഡെൻസ്നെസ് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഏതൊരു റിയൽ നമ്പർ സി എടുത്തെന്ന് പറഞ്ഞാലും സിയുടെ നെയ്ബർഹുഡിൽ ഏത് നെയ്ബർഹുഡ് എടുത്താലും അവിടെ ഇൻഫിനിറ്റ്ലി മെനി ഇറാഷണൽസ് ഉണ്ട്. സോ ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഓഫ് എ കോംപ്ലിമെൻറ്റ്. So every neighborhood of C contains at least one element of a complement, which means
സി ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ്. സി ആർബിട്രറി ആയതുകൊണ്ട് ഏത് റിയൽ നമ്പരും ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ കോംപ്ലിമെൻ്റ് ആണെന്ന് പറയാം. സോ വിച്ച് മീൻസ് എവരി റിയൽ നമ്പർ is a cluster point of Q complement. ഏത് റിയൽ നമ്പറും Q കോംപ്ലിമെൻറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ക്ലസ്റ്റർ പോയിൻ്റ് കളക്ഷൻ എടുത്താൽ ഇറ്റ് കണ്ടെയ്ൻസ് എവരി റിയൽ നമ്പർ. നൗ വാട്ട് അബൌട്ട് Q ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എന്ന് വെച്ചാൽ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുത്താൽ അതിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്താണ്? സോ ഇവിടെ റാഷണൽ നമ്പേഴ്സായിട്ട് കൺസിഡർ ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സാണ് വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1 ഇൻക്ലൂഡിങ് ആൻഡ് 0 and 1. സോ ഇതിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. യൂസ് ദിസ് ആർഗ്യുമെൻറ്റ്. അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ദിസ് ഈസ് ആൻ എക്സസൈസ് ഫോർ യു. ഓക്കെ, now we have enough tools to define the concept of limit. So definition of limit. So understand that ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകുക എന്ന് വെച്ചാൽ ലെറ്റ് എ ഫംഗ്ഷൻ ഫ്രം എഫ് ഫ്രം എ ടു ബി. സോ എയ്ക്കകത്തെ ഒരു സി എടുത്താൽ ആ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജസ് ഷുഡ് ബി അപ്രോച്ചിങ് ടു അനദർ നമ്പർ എൽ. ദാറ്റ്സ് ദ ഐഡിയ. അതായത് എക്സ് സിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലിനെ സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യാം. നൗ ഹൗ വി ഡിഫൈൻ ദിസ് അപ്രോച്ചിങ്? എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ പറയുന്നത് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി വെരി സ്മോൾ. വെനെവർ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി വെരി സ്മോൾ. അപ്പോൾ ഡിസ്റ്റൻസ് പറയണമെങ്കിൽ വി നീഡ് എ മെട്രിക് ഓർ ദ മോഡുലസ് ഫംഗ്ഷൻ. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി വളരെ ചെറുതാകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എല്ലും വളരെ ചെറുതായിരിക്കണം. ഓക്കെ, സോ ഇവിടെ ഈ ചെറുതാകുന്നത് എപ്സിലോൺ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വേണം? ഒരു ഡെൽറ്റ വേണം. സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ ദ ഐഡിയ ഈസ് എക്സ് സിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു ദ വാല്യൂ ലിമിറ്റ് എൽ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി ലെസ് കമ്പയർഡ് ടു ദ അതർ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ എക്സ് സിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ എഫ് ഓഫ് എക്സും എല്ലുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരണം. ദാറ്റ്സ് ദി ഐഡിയ. So we can formally define this concept as let A subset of R be a set and C be a cluster point of A. For a function f from A to R, a real number L is said to be a limit of f at C if given any epsilon greater than 0, there exists a delta greater than 0 such that if x element of A and 0 less than modulus of x minus c less than delta, then modulus of f of x minus l should be less than epsilon. The idea is A എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. സി എന്നത് എയുടെ ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണ്. കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ. ഒരു റിയൽ നമ്പർ എൽ എന്നത് എഫിൻ്റെ ലിമിറ്റാണ്. സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എഫിൻ്റെ ലിമിറ്റാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ ഏത് എപ്സിലോൺ എടുത്തെന്ന് പറഞ്ഞാലും ദർ ഷുഡ് എക്സിസ്റ്റ് എ ഡെൽറ്റ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ, അഥവാ എക്സ് സിയുടെ അടുത്താകുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ. അതായത് എക്സ് സിയുടെ അടുത്താകുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി നിയറർ ടു എൽ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സി എന്ന് പറയുന്ന ക്ലസ്റ്റർ പോയിന്റ്, എയുടെ ക്ലസ്റ്റർ പോയിന്റ്, ഏതൊരു ക്ലസ്റ്റർ പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും ആ ക്ലസ്റ്റർ പോയിന്റിൽ നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ
സെറ്റിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ സെറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡൊമൈൻ്റെ അകത്തെ പോയിൻറ്റ്സിൽ മാത്രമല്ല നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ആ ഡൊമൈൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സുകളിലും നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എക്സ് എന്ന് പറയുന്നത് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് സെറ്റിൻ്റെ അകത്തെ പോയിൻറ്റ്സുകൾ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ. ദാറ്റ്സ് ദി ഐഡിയ. So what does this means? That is, for every epsilon greater than 0, there exists a delta greater than 0. Okay, such that modulus of x minus c less than delta എന്ന് വെച്ചാൽ implies minus delta less than x minus c less than delta, which implies c minus delta less than x less than c plus delta. അതായത് whenever x belongs to what? c minus delta, c plus delta. ഇനി ഇത് 0 ആകാനും പാടില്ല. സോ എക്സ് മൈനസ് സി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. എക്സ് മൈനസ് സി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 0യെക്കാട്ടിലും വലുതെന്നാണ് ചൂസ് ചെയ്യുന്നത്. സോ എക്സ് മൈനസ് സി നോട്ട് ഈക്വൽ ടു 0 മീൻസ് എക്സ് മൈനസ് സി നോട്ട് ഈക്വൽ ടു 0, എക്സ് നോട്ട് ഈക്വൽ ടു 0. അല്ലെങ്കിൽ സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെലിൻ്റെ അകത്തുനിന്ന് സെറ്റ് സി മാത്രം ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ളത് ഈ സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെലിൻ്റെ അകത്ത് വരുമ്പോൾ അവോയ്ഡിങ് ദ പോയിൻറ്റ് സി, ദ ഐഡിയ ഈസ് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് ഇംപ്ലൈസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ f of x minus l less than epsilon. In other words, l minus epsilon less than f of x less than l plus epsilon, or f of x should be in interval l minus epsilon l plus epsilon. That's the idea. So നമ്മുടെ പോയിൻറ്റ്സ് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ അവോയ്ഡിങ് ദ പോയിൻറ്റ് സി ഈ ഇൻ്റർവെല്ലിൽ വരുമ്പോൾ അതിൻ്റെ ഇമേജസ് എൽ മൈനസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഈ ഇൻ്റർവെല്ലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ആൻഡ് ഡെൽറ്റ, എപ്സിലോൺ മാറുന്നതിനനുസരിച്ച് ഡെൽറ്റയും മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന് നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ ലിമിറ്റിനെ എൽ എന്നും വിളിക്കാൻ പറ്റും. സോ ദ ഫസ്റ്റ് ടു റിമാർക്സ് വിച്ച് വി ക്യാൻ സേ അബൌട്ട് ദ ലിമിറ്റ് ഈസ്, ദ ഫസ്റ്റ് റിമാർക്ക് ഈസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിൽ മാത്രമല്ല, ഡിഫൈൻ ചെയ്യാത്ത പോയിൻറ്റ്സിലും നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം സി എന്നുള്ളത് എയുടെ ക്ലസ്റ്റർ പോയിൻ്റാണ്. ഒരു സെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് എപ്പോഴും ആ സെറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സോ സെറ്റിൻ്റെ അകത്തില്ലാത്ത പോയിൻറ്റ്സിലും വി ക്യാൻ ഡിഫൈൻ വാട്ട് ദ ലിമിറ്റ്, ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ്, ഇതിൻ്റെ ജനറൽ മീനിങ് ഈസ്, നമ്മൾ എക്സ് എന്നുള്ളത് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജസ്, എക്സുകളുടെ ഇമേജസ് എഫ് ഓഫ് എക്സുകൾ എൽ മൈനസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇൻ്റർവെല്ലിലാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിൻറ്റിൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ എൽ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിമാർക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഇതിനെ നമുക്ക് ബൈ ഡെഫിനിഷൻ വി എപ്സിലോൺ ഓഫ് എൽ എന്ന് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ്, ഇതിനെ നമുക്ക് വി ഡെൽറ്റ ഓഫ് സി മൈനസ് സെറ്റ് സി. എക്സ് എലമെൻറ്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി ഗിവൺ സെറ്റ് സി, അതായത് വി ഡെൽറ്റ ഓഫ് സി നിന്ന് സി ഒഴിവാക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഇൻ വി എപ്സിലോൺ ഓഫ് എൽ. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ എക്സ് എന്നുള്ളത് സിയുടെ നെയ്ബർഹുഡിൽ ഉണ്ടാകുമ്പോൾ നോട്ട് സി, എക്സ് സി ആകണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഇമേജസ് എല്ലാം എല്ലിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എൽ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ദ നെക്സ്റ്റ് തിങ് ഈസ്, വിച്ച് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ഈവൻ അറ്റ് ദ പോയിന്റ് വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ഡൊമൈൻ. സോ ലിമിറ്റ്
ഡൊമൈൻ്റെ അകത്ത് ഇല്ലാത്ത പോയിൻറ്റ്സിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം ഡൊമൈൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സുകളിലാണ് നമ്മൾ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുക. സോ ദിസ് ഈസ് ദ ജനറൽ ഐഡിയ റിഗാർഡിംഗ് ദ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ. മൂന്നാമതൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാം. ഇവിടെ നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഗെറ്റ് എ ഡെൽറ്റ. ദാറ്റ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് അപ്പോൺ എപ്സിലോൺ ആൻഡ് ദ പോയിൻറ്റ് സി. കാരണം നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു ഡെൽറ്റ കിട്ടിയത്. അപ്പോൾ ആ ഡെൽറ്റ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും, ഒപ്പം നമ്മുടെ പോയിൻറ്റ്സ് സിയെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സി മാറുന്നതനുസരിച്ച് ഈ എപ്സിലോൺ ഡെൽറ്റയും ചേഞ്ച് ചെയ്യാം. കാരണം നമുക്ക് എല്ലാ പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഡെൽറ്റ സെയിം ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഹിയർ ദ ഡെൽറ്റ which depends upon epsilon as well as c.